എന്നെ വളരെ സ്പർശിച്ച ഒരു അനുഭവകഥ ഈയിടെ കേട്ടു. ഇങ്ങനെയാണ്, ചൈനയിലൊരു യുവാവ്, അവന് ഒരു രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയുടെ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ച് കുർബാന നടക്കുന്ന സമയത്ത് പോലീസ് റെയ്ഡ് ചെയ്തു. ബാക്കിയെല്ലാവരും ഓടിപ്പോയി, ഇവനെ അവർക്ക് കിട്ടി. അവരവനെ കൊണ്ടുപോയി ഒത്തിരി പീഡിപ്പിച്ചു. ശരീരത്ത് ഇലക്ട്രിക് കറണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര വേദനയിലൂടെ അവൻ കടന്നു പോവുക. പക്ഷെ അവൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അവർക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആ ഗ്രാമത്തിൽ ഏതോ ഒരു വൈദികൻ ഒളിച്ചു താമസിക്കുന്നുണ്ട്. ആ വൈദികൻ ആരാണ് എന്നവർക്കറിയണം. അവൻ ഇത്രയധികം ശരീരം മുഴുവൻ കരിഞ്ഞ് പാടുവരുന്ന രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടും അവൻ എനിക്ക് മറുപടി പറഞ്ഞില്ല. അവൻ്റെ മനസ്സിലൊരൊറ്റ ചിന്തയുള്ളൂ, ഞാനത് പറഞ്ഞാൽ ഈ ഗ്രാമത്തിന് കുർബാന മുടങ്ങും. അതുകൊണ്ട് അയാൾ മാക്സിമം പിടിച്ചു നിന്നു. ഇവനെ 6 ദിവസത്തോളം പീഡിപ്പിച്ചിട്ടും ഒന്നും കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ അവരവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അവനോടൊന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അവൻ അമേരിക്കയിലേക്ക് കുടിയേറി. അമേരിക്ക ചെല്ലുമ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമല്ലോ. അവൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പക്ഷേ അമേരിക്ക ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഓരോ മണിക്കൂർ ജോലി ചെയ്താലും നമുക്ക് പൈസ കിട്ടും. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി, കുടുംബമായി. അപ്പോൾ ഈ ജോലിയുടെ തിരക്ക് കാരണം ഡെയിലി മാസം പതുക്കെ മുടങ്ങാൻ തുടങ്ങി. ഡെയിലി മാസം മുടങ്ങിയാൽ അവൻ ഞായറാഴ്ച കുർബാന മുടക്കത്തില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച കുർബാനകളും അവൻ്റെ ജോലി പിടിച്ചെടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ഇത് പറയുന്ന വൈദികനെ അവൻ കാണുക. അന്ന് അച്ഛനോട് പറയാ, അച്ഛാ, ഈ വർഷം ഈസ്റ്ററിന് പോലും എനിക്ക് പള്ളി പോകാനായിട്ട് സാധിച്ചില്ല. ചൈനയിലെ പട്ടാളക്കാര് അവരുടെ എല്ലാ പീഡന യന്ത്രങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് ഈ ഡോളർ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതിനിതാണ്, എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തിയോസ് 6:10. മനസ്സിൽ വയ്ക്കാം, ധനമോഹം അത്ര ചില്ലറ പ്രശ്നമല്ല. സൂക്ഷിച്ചേ മതിയാവും. ശരീരത്തിൽ ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാനും വേണ്ടി ഭോഷനാണോ നീയും ഞാനും?